തല്ലരുത്. കൊല്ലും. എടി ആൾക്കാർ നോക്കി നിൽക്കുന്നെന്ന്. അതിന് അവർക്ക് എങ്ങനെ മനസ്സിലാവണേ ഞാൻ തന്നെ തല്ലാതെ ഓടിക്കുന്നേന്ന്? എടി എന്നെ പോലെ പെണ്ണുമ്പിളയുടെ തല്ലുകൊള്ളുന്ന ഏതെങ്കിലും ഒരുത്തിന് ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അവന് മനസ്സിലാവില്ല അത്. ഒരു കാര്യം പ്ലേറ്റ് മറക്കേ എടി ചുവട് മാറ്റാൻ. എങ്ങനെയുണ്ടോ എന്റെ ഫുത്തി? എനിക്ക് വയ്യ. ഞാൻ നിങ്ങളെ പുകഴ്ത്തുവാണ് തോന്നുന്നത്. കുഴപ്പമില്ല, എനിക്കത് തോന്നിയാലും അപാര സംഭവം അല്ലേ? ഭയങ്കര ബുദ്ധിയല്ല എനിക്ക്. എന്റെ ആ ബുദ്ധി കണ്ടിട്ടല്ല നീ എന്നെ കല്യാണം കഴിച്ചത്. അല്ലാതെ നിങ്ങളുടെ ഈ സൗന്ദര്യം കണ്ടിട്ടാന്ന് പറഞ്ഞാലേ ഈ നാട്ടുകാരെല്ലാം കൂടെ എന്നെ ചൂടുന്നവരെ അടിക്കും. ഞാൻ ഇതായി കുഴപ്പം. പരസ്പരം ആരെങ്കിലും കണ്ട് ഞാൻ അപ്പം അപമാനിക്കും. ഏട്ടാ നിങ്ങൾ എന്തെങ്കിലും കൊച്ചു പിള്ളേരെ പോലെ ചുമ്മാ പിണങ്ങുന്നേ? ഞാനൊരു കാര്യം ചോദിച്ചാലേ നിങ്ങള് സത്യം പറയൂ. ഇന്നത്തെ എന്റെ വീട്ടിലെ ജോലിയും അടുക്കള പണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ കല്യാണം കഴിഞ്ഞ അന്നു മുതല് ഇന്നലെ രാത്രി വരെയുള്ള എന്റെ അടുക്കള പണിയും ജോലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് നീ ആദ്യം പറ. അതുപോലെയല്ലായിരുന്നോ? അതുകൊണ്ടല്ലേ ജിഷിൻ എന്ന പേരുള്ള നിങ്ങളെ ഞാൻ മിഷൻ എന്ന് വിളിക്കുന്നത്. അത് ശരി. അപ്പൊ എന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ല. നിങ്ങളോട് ഇഷ്ടമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ പെണ്ണ് കാണാൻ വേണ്ടി ഇവിടെ വീട്ടിൽ ചെന്നപ്പോഴല്ലോ ഇവരുടെ അപ്പൻ എന്നോട് പറയുവാ ഇവളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് മോനെ, പഠിക്കാനുണ്ടെന്ന്. പഠിച്ചില്ലേ? പിന്നെ എന്താ പഠിച്ചേ? നെയ്ച്ചാള വെട്ടാൻ പഠിച്ചു, പുറം മാന്താൻ പഠിച്ചു, തലയിൽ പേൻ നോക്കാൻ പഠിച്ചു, പിന്നെ പുല്ല് മുറിക്കാൻ പഠിച്ചു. നിങ്ങൾ കൂടുതൽ ക്യൂടെക്സ് ഇടാൻ പഠിച്ചു. നിങ്ങൾ എന്നെ കൂടുതൽ കളിയാക്കല്ലേ? ഒന്നുമില്ലെങ്കിൽ ഇത്ര ധൈര്യമുള്ളൊരു ഭാര്യ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ധൈര്യം നിനക്കോ? നീ ആ സംസാരിക്കരുത്. ഈ വീട്ടിൽ നിന്നെക്കാ കൂടുതൽ ധൈര്യം എനിക്കാ. ഈ വീട്ടില് നിങ്ങളെക്കാട്ടിലും നിങ്ങളുടെ അമ്മയെക്കാട്ടിലും കൂടുതൽ ധൈര്യം എനിക്കാ. അങ്ങനെ പറയാൻ നിനക്ക് എത്ര ധൈര്യമാണെങ്കിൽ തെളിയിക്കടി. നിങ്ങൾ എന്നെ പെണ്ണാണോ വന്ന എത്ര പേരും കേട്ടോ? ഞാൻ സുമേഷ് തമ്പി, സുഭാഷ് കൊല്ലം, ഷിജു അഞ്ചുമേന, ജോൺ കപ്പൂർ 5 പേര്. നമ്മുടെ നിശ്ചയത്തിന് നിങ്ങൾ എത്ര പേര് കേട്ടോ വന്നാ? 50 പേര്. നമ്മുടെ കല്യാണത്തിനോ? 150 പേര്. 150 പേര്. ഇത്രയും പേരുമായിട്ട് നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന. എന്നാൽ ഞാൻ ഇങ്ങോട്ട് വന്നതേ ഒറ്റയ്ക്കാ. അപ്പൊ ആർക്കാണോ ധൈര്യം? ഇനി അത് വേറൊരു സംഭവമുണ്ട്. അതായത് ഈ പട്ടാളക്കാരെന്ന് പറയുമ്പോഴല്ലോ അതിന് ഒരുമിച്ചാ പോകുള്ളൂ. അവരുടെ ഉദ്ദേശം ഈ രാജ്യത്തിന്റെ സുരക്ഷയാണ്. ചാവേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും, നശിപ്പിക്കും. അതാണ് ഇതിന് നമ്മുടെ വ്യത്യാസം. നിങ്ങൾ എന്നെ ചാവേർന്ന് വിളിച്ചല്ലേ? ഞാൻ പിന്നെ സാമ്പാർന്ന് വിളിക്കാൻ പറ്റുമോ നിന്നെ? അത് ഞാനൊരു പിന്നെ സ്നേഹം കൊണ്ട് നീ ഉത്തരം മുട്ടിയപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു. എന്നോട് സ്നേഹം ഒരു സ്നേഹമില്ല നിങ്ങൾക്ക് എന്നോട്. ഇനി അങ്ങനെ പറയല്ലേ? ഈ ഭൂമിയിൽ ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രം. കള്ളവോ? സത്യവാ? അല്ല. നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും നമ്മളെ പെണ്ണ് കാണലും നമ്മുടെ കല്യാണവും ഒക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഓർക്കാറുണ്ടോ? എടി നമ്മുടെ ഇവിടെ സുനാമി വന്നിട്ട് ഒരുപാട് പേര് മരിച്ചില്ലേ? അതുപോലെ നമ്മുടെ പുറ്റിങ്ങിൽ ഇങ്ങനെ ബോംബ് പടക്കം പൊട്ടിയപ്പോ ഒരുപാട് പേര് മരിച്ചില്ലേ? അപ്പൊ അവലെ കത്രീന വന്നപ്പോ ഒരുപാട് പേര് മരിച്ചില്ലേ? ഇതൊന്നും നീ ഓർക്കാറുണ്ടോ? അയ്യോ, ആ ദുരന്തങ്ങളൊന്നും ഞാൻ ഓർക്കത്തില്ല. ഇതെന്തിനാ ഞാൻ ഈ ദുരന്തം ഓർക്കണേ? ദുരന്തല്ലടി ഞാൻ അല്ലടി ഞാനങ്ങനെ കൈ നിട്ടിങ്ങനെ പറഞ്ഞു. നീ അങ്ങനെ സംസാരിക്കും. നീ എന്തിനാടി എന്റെ അമ്മേനെ ഇതിനകത്ത് വലിച്ചെടുക്കണേ? എനിക്ക് നിങ്ങളുടെ അമ്മയോട് ഒരു വൈരാഗ്യമില്ല. വൈരാഗ്യമില്ലടി. ഇന്നലെ രാത്രി നീ ഉറങ്ങിക്കിടന്നപ്പോ എന്റെ കഴുത്തിന് കുത്തി പിടിച്ചിട്ട് ഇവിടെ എന്നാ തെറിയ എന്റെ അമ്മേനെ വിളിച്ചെന്നറിയാമോ? വെളുപ്പിന് 3 മണി വരെ. അത് നിങ്ങളുടെ വേറെ തോന്നല. ഏത് തെറി പറഞ്ഞത്? അല്ല, ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞത്. എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ഏറ്റവും വലുത് എന്റെ അമ്മയാ. ഇത് കഴിഞ്ഞിട്ടേ നീ വരെ ഉള്ളൂ. നിങ്ങളുടെ അമ്മയെ കെട്ടിപ്പിടിച്ചാൽ ഇരുന്നോ? നിങ്ങളുടെ അമ്മ നിങ്ങളില്ലാത്ത സമയത്ത് എന്നോട് എന്താ ഇന്നലെ പറഞ്ഞെന്ന് അറിയോ? എന്നാണ് ഇതിനെ പറഞ്ഞേ? നിന്റെ കയ്യിരിപ്പിന്റെ ഫലമാണ് ഈ മരമാക്രയെ ദൈവം നിനക്ക് ഭർത്താവായി തന്നേന്ന്. അത് ശരി. അപ്പൊ ഞാൻ ഇത്രയും നാള് എന്റെ പെറ്റ തള്ളേനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ തള്ള എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണല്ലേ? ഇന്ന് ഞാൻ അവരെ കൊല്ലും. കൊല്ലൂടി. ഞാൻ കൊന്നിരിക്കും. അമ്മയെ
എന്താ ലുലുമാളില്? എന്താ അമ്മ ഇവിടെ വരാൻ കാരണം? ചാകാമെന്നതാ. അമ്മ ചാകാനോ? എന്തിനു? നീയല്ലേ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞത്? ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞോടി, ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞോടി. നിങ്ങളിപ്പോ കൊല്ലാനല്ലേ പോലെ പെണ്ണുങ്ങളെ തെറ്റിദ്ധരിച്ചു. കൊല്ലും കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കും. എന്നാ കൊല്ലണ തന്നെ. അതിന് അമ്മ ഇവിടെ നിന്നാ ശരിയാമോ? ഞാൻ അകത്ത് പോയി കത്തി എടുത്ത് കോഴീനെ കൊല്ലും. അതിന്റെ വട്ടം കരലെടുത്ത് അമ്മയ്ക്ക് ഞാൻ പോട്ടി ഉണ്ടാക്കി തരും. അയ്യോ, ഒരുപാട് കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ എന്റെ മോനെ. ഇവൾ ഒറ്റ ഒരുത്തിയുടെ തലയെണ്ണ മന്ത്രം കേട്ടിട്ടാ നീ എന്റെ എതിരെ തിരിയുന്നെന്ന് എനിക്കറിയാവടാ. എന്റെ അമ്മയെ തലയണ മന്ത്രം അമ്മ എന്നെ പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ച അന്ന് മുതൽ കൊറണ്ടിപ്പലയും തലയിൽ വെച്ചോണ്ടായിരിക്കണേ. ഇവൻ എനിക്ക് തലയണ തരാതില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് തലയണ മന്ത്രം കേൾക്കണേ? ഇന്നലെ രാത്രി ഇവള് നിന്റെ ചെവിക്കകത്ത് വന്ന് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടടാ. എടി, ഇന്നലെ നീ അമ്മയുടെ കുറ്റം പറഞ്ഞില്ലേ? അത് പുള്ളിക്കകത്ത് കുനു കുനു കുനാന്നാ കേട്ടാ. വ്യക്തമായിട്ടൊന്നും കേട്ടോ. തോന്നിവാസം പറയരുത്. ഞാൻ ഈ അമ്മയുടെ മോൻ എന്താ പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയാമോ? എഴുതാനും വായിക്കാനും അന്നത്തെ മനുഷ്യനല്ലേന്ന് കരുതി 2-3 അക്ഷരം പഠിപ്പിച്ചു. അതൊരു കുറ്റാണോ? കുട്ടാണോ അമ്മ? അതാ ഞാൻ പഠിപ്പിച്ചത് ആ അമ്മ ആറാട്ട്. അങ്ങനല്ലല്ലോ മരുമോള് പാപ്പിച്ചത്. ആ അമ്മ ഇറങ്ങിപ്പോ അങ്ങനല്ലേ? കേട്ടായിരുന്നോ? ആ കേട്ടായിരുന്നു. ആ കേട്ടായിരുന്നു. നിങ്ങളുടെ കേസോട് പോയി. അമ്മ ടാർസം കേൾപ്പിക്കാതെ മലയാളത്തിൽ പറ. എനിക്ക് പറഞ്ഞു മനസ്സിലായില്ല. അവളെ ഞാനേ ഈ വീടിന്റെ വിളക്കായിട്ടാണ് കാണുന്നത്. വിളക്കാട്ടടി കാണും. വിളക്കാട്ട് എന്റെ അമ്മ എന്നിട്ട് വേണം നിങ്ങൾക്ക് എന്നെ വിളിച്ച കത്തിക്കല്ലേ? അയ്യോ, നിലവിളക്ക് പഠിച്ചു വെക്കത്തില്ല. ഈ കഞ്ചിന് ഞാൻ കത്തിക്കേണ്ട കാര്യം ഉണ്ടോ? നീ എന്റെ മോനാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ തോന്നാസത്തിനല്ലേ കൂട്ടുകാർ. കട്ടിക്ക് വിളിച്ചപ്പോ വെള്ളി വീണതാ. നിർത്ത. ഇപ്പൊ കറക്റ്റായില്ലേ? നിങ്ങൾ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോയി ചാവാൻ പോവാ. മോനെ കുട്ടു, നീ എന്താ പറഞ്ഞേ? ചാവാൻ പോവാന്ന്. ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. കണ്ടോടി, കണ്ടോ? എന്റെ അമ്മ സമ്മതിക്കില്ല. പെറ്റ വയറിന്റെ വേദനയാടി. നിനക്കൊന്നും പറഞ്ഞത് മനസ്സിലാവില്ല. അയ്യോ, പെറ്റ വയറിന്റെ വേദന കൊണ്ട് പറഞ്ഞല്ല. ഇത്രയും ഫെസിലിറ്റി ഉള്ള ഈ വീട്ടിൽ നിന്ന് നീ എന്തിനാണ് പുറത്തു പോയി ചാവുന്നത്? ഇവിടെ കിടന്ന് എത്താൻ മതി. അതെനിക്ക് ഇഷ്ടായി. ഇപ്പൊ മനസ്സിലായി നിങ്ങളുടെ തലക്ക് നിങ്ങളോട് എന്തോ ഒരു ഇഷ്ടമാണെന്ന്. അതെ, പോയി കാറെടുത്തു. ഇന്ന് നിങ്ങൾ കാണിക്കുന്നേ കാല കത്താൻ പറഞ്ഞു. ഈ സമയത്ത് കാർ എടുക്കണേ. നമ്മുടെ ഈ അസോസിയേഷനിലെ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ അതിൽ പങ്കെടുത്ത് ഫസ്റ്റ് കിട്ടുന്നവർക്ക് 50,000 രൂപ കിട്ടുന്നത്. നേരം എന്റെ പൊന്നുമോളെ നിന്നെ പുകഴ്ത്തി പറയാന്ന് പറയുന്നത്. ഈ പഞ്ചായത്തിൽ ഡാൻസ് കളിച്ച് നിന്നെ തോപ്പിക്കാൻ ആരുമില്ല. ആ 50,000 രൂപ നിന്റെ അലമാരി. ആ 50,000 രൂപ എന്റെ അലമാരി. അപ്പൊ അത് കട്ടെടുക്കാൻ പോകണം അമ്മയ്ക്ക്. കട്ടെടുക്കാൻ പോവല്ല. ഇവളെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇവക്കെതിരെ ഞാൻ മത്സരിക്കോളാം. എന്റെ ദൈവം ഡാൻസ് കളിക്കാൻ പോവാ. ഡാൻസ് കളിക്കോളാം. എന്റെ ദൈവം. അമ്മേ, ഞാൻ ഒരു കാര്യം പറയുക. നിങ്ങൾ എങ്ങാണ് ആ ഡാൻസ് കോമ്പറ്റീഷനിൽ ജയിച്ച തലയിൽ മൊട്ടയടിച്ച് കവിളി ശൂലം കുത്തും. എടി അത് വേണ്ട. അത് റിസ്ക് അല്ലേ? റിസ്ക് ആണ്. എടി ശൂലം കുത്തണമെങ്കിൽ നമുക്ക് നൊയമ്പെടുക്കണമെന്ന്. എടുക്കണം. ആരെടുക്കും? നിങ്ങൾ എടുക്കും. എന്റെ കവളത്തിൽ ഞാൻ ശൂലം കുത്തൂല. അതാണോ? ചായ കുടിക്കുമ്പോ കവളത്തോടെ അങ്ങനെ ചീറ്റി തെറിച്ചു പോകും. അത്രയും വലിയ ശബ്ദമൊക്കെ നീ എടുക്കുവാണെങ്കിൽ ഞാനും എടുക്കൂടി ശബ്ദം. ഞാൻ ഒരു ലോഡ് ചിരട്ട കൊണ്ടുവന്ന് അത് കത്തിച്ച് കനലാക്കി അത് കൂടെ നടക്കും. എന്റെ മോൻ നടക്കൂടി. നിങ്ങളൊക്കെ വീട്ടിൽ സ്വന്തമായിട്ട് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞു. നിർത്താം. ഇനി ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്നെ ഈ ഡാൻസ് കോമ്പറ്റീഷന് ഞാൻ പങ്കെടുക്കും. എടി നീ പങ്കെടുക്കും. പക്ഷെ നിനക്ക് ഡാൻസ് അറിയാമോ? ഡാൻസ് അറിയാമോന്നോ? അയ്യോ അമ്മ, അമ്മച്ചേ, അമ്മ, എനിക്ക് വയ്യ. നമുക്ക് ബോധം
ദൈവമേ, ഇനി ഗോതയിൽ പോയി അടി ഉണ്ടാക്കാൻ പോവാണ്. മക്കളെ അമ്മ നാത്തോണ്ട് കിടത്തണ. അമ്മച്ചി എന്തിനാമേ വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പോയത്? അമ്മ അയ്യോ ആ ചീത്തപ്പടത്തിന് ഡബ് ചെയ്യാതെ അകത്ത് പോമേ. എന്ത് ചെയ്യൂന്ന് പറ. ഹലോ ചേട്ടാ, ഹലോ നമസ്കാരം. നമസ്കാരം. ഞാൻ ഇവിടെ അടുത്ത ബാങ്കിൽ നിന്ന് വരാണ്. അതായത് വീട് മാറിപ്പോയി. ഇത് എന്റെ വീടാ, നിങ്ങളുടെ വീടല്ല. ചേട്ടന്റെ വീട് വീട് മാറിപ്പോയിട്ടുണ്ട്. ചേട്ടന്റെ പേരെന്താ? മിഷ്യൻ. മിശ്ര. അവള് വീട്ടിൽ വരാനുള്ള ജിഷ്യൻ. ദാരിദ്ര്യം. അത്രയ്ക്ക് മുന്നോട്ട് ചേട്ടന്റെ ഭാര്യയും അമ്മയും കൂടെ ഇന്നലെ ബാങ്കിൽ വന്നേ. ദൈവമേ, അവിടെ വന്ന് വഴക്കുണ്ടാക്കുക. സോറി ക്ഷമിക്കണം, ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവർക്ക് വേണ്ടിട്ട് ഞാൻ ഈ ഷൂസെ പിടിച്ച് ഞാൻ മാപ്പി വയ്ക്കുന്നു. ചേട്ടാ അവരല്ല വഴക്കുണ്ടാക്കിയത്. പിന്നെ ഞാനാണ് വഴക്കുണ്ടാക്കിയത്. ചേട്ടനല്ല വഴക്കുണ്ടാക്കിയത്. പിന്നെ സാറാണ് വഴക്കുണ്ടാക്കിയത്. ഇനിയിപ്പോ ഞാനാണ് വഴക്കുണ്ടാക്കിയത്. ഞാൻ ഒരു സെക്യൂരിറ്റിയോട് ചോദിച്ചു നോക്കാം. ക്ലാരിഫൈ ചെയ്യണമെന്നല്ല, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും. ഞാൻ വന്ന അതിനല്ലല്ലോ. ഞാൻ വന്ന അതിനല്ലെന്ന്. പിന്നെ ഞങ്ങളുടെ ബാങ്ക് ഉണ്ടല്ലോ, ഞങ്ങളുടെ ബാങ്ക് സ്ത്രീകൾക്ക് വേണ്ടി ഒരു ലോൺ കൊടുക്കുന്നുണ്ട്. ലോൺ 5 ലക്ഷം രൂപയാണ് ലോൺ. 5 ലക്ഷം രൂപയോ? 5 ലക്ഷം രൂപ ലോൺ കൊടുക്കും. അപ്പൊ ഇതിനു വേണ്ടി ഞങ്ങൾ ഈ സ്ത്രീകൾ, ഈ അമ്മായി അമ്മയും മരുമോളും നല്ല ഐക്യത്തിലാണോ, അല്ലെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റി ഉണ്ടോ? എന്റെ അമ്മ യൂണിഫോം വന്നിട്ട് നടക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. അല്ല, യൂണിവേഴ്സിറ്റി അല്ല, നല്ല ഐക്യത്തിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി വന്ന ഉദ്യോഗസ്ഥരാണ്. 10 മിനിറ്റ് മുമ്പ് ഒരു പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഐക്യവും കാണായിരുന്നു. അപ്പൊ സാറ് ആ ലോണിന് തരുവാണെങ്കിൽ ഞാൻ എന്റെ വൈഫിനും അമ്മയ്ക്കും കൊടുത്തേക്കാം. അങ്ങനെ തരാൻ പറ്റില്ല ചേട്ടാ. എന്ന് വെച്ചാൽ ഞാനത് കണ്ടിട്ട് ഞാനത് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ആ ലോൺ. അത് സാറേ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഐക്യം കണ്ടിട്ടുണ്ടല്ലോ. ഈ 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ പോകും. പക്ഷെ അത് നിങ്ങളുടെ ബാങ്കിന് നഷ്ടം വരും. അതെന്തിനും നഷ്ടം വരുന്നത് 5 ലക്ഷം രൂപ. എന്നാലും എനിക്ക് ആ ഐക്യം ഒന്ന് കാണണം. ഞാൻ അമ്മയല്ല, മോനാ. മീശ പരിപാടി പൊളിഞ്ഞു. എന്നാ സാറേ? സാറേ ചേട്ടാ, നിങ്ങൾ ഭാഗ്യം ചെയ്തവല്ല. നിങ്ങൾ ഇങ്ങനൊരു അമ്മായും ഇങ്ങനൊരു അമ്മയും മരുമോളെയും കിട്ടുന്നത് നിങ്ങൾ ഭാഗ്യം ചെയ്തവല്ല ചേട്ടാ. നിങ്ങൾ ഭാഗ്യം ചെയ്തവല്ല. ഇങ്ങനെയിട്ട് കൊടുക്കാൻ ഞാൻ കസുമാവാണ്. സാറ് കാര്യം ഈ കൃഷ്ണമണിയുടെ ഉള്ളിൽ അത് കണ്ണട കാലുവെച്ചൊന്ന് കുത്തിക്കേ. എന്താ ഞാനിവിടെ സ്വപ്നത്തിലാണോ അത് ഒറിജിനലാണോ എന്ന് അറിയാനാ. ഒറിജിനലാ? ആണോ? നിങ്ങൾ നാളെ രാവിലെ ബാങ്കിലോട്ട് വന്നോളൂ. നിങ്ങൾക്ക് 5 അല്ല 10 ലക്ഷം രൂപ ഞാൻ ലോണായിട്ട് പാസ്സാക്കി തരും. ഇല്ലെങ്കിൽ ഞാൻ കുത്തി തുറന്നിട്ട് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോൺ. ഭാഗ്യം ചെയ്ത ജന്മമായിട്ടാ, ഭാഗ്യം ചെയ്ത ജന്മ. അതെന്റെ വീടാ. ഈ കുടുംബമൊക്കെ കാണുമ്പോഴാ വീട്ടിലുള്ളവനൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നേ. എന്റെ അമ്മേ, അല്ല നിങ്ങള് എന്നെ കളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലേ വർഷങ്ങളായിട്ട്. ഇപ്പൊ കാണിച്ചു തന്നെ എന്നാ സ്നേഹമായിരുന്നു. ബാങ്ക് മാനേജർ വന്ന് 5 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. വെറുതെ എന്താണ് അത് കളയുന്നത്? അങ്ങനെ മുമ്പ് കാണിച്ചല്ലേ ഇതൊക്കെ? ആണോ? അയ്യോ, നീ അങ്ങ് വിറ്റടിച്ച് സ്നേഹിക്കാനാ അവളെ മൂദേവി. എന്തായാലും ഞാൻ ഇന്ന് ഹാപ്പിയാ. അതുകൊണ്ട് നമ്മൾ ഇന്ന് വീട്ടിൽ ഭക്ഷണം വെക്കുന്നില്ല, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു, നമ്മളൊരു സിനിമ കാണുന്നു. അപ്പൊ മാറിയില്ലാണെങ്കിൽ തല അവല് പോലെ ആയി പോയത്. എന്തായാലും നമ്മൾ സിനിമയ്ക്ക് വന്നു. നമുക്ക് മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്ക് തന്നെ പോവാം. മുത്തേ മോഹൻലാലിന്റെ പടം നമ്മൾ കാണും. ഇല്ല, എനിക്ക് മമ്മൂട്ടിയുടെ സിനിമ ഇഷ്ടം. എന്താ മോഹൻലാലിന്റെ സിനിമയ്ക്ക് ഒരു കുഴപ്പം? എന്താ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ഒരു കുഴപ്പം? മോഹൻലാൽ മതി, മമ്മൂട്ടി മതി. തുടങ്ങിയ പുറത്തും പോലുള്ള ഭക്ഷണം കഴിക്കുന്ന ചക്കുകുരും ചുട്ടുന്ന് വീട്ടിൽ കിടന്നു. ശരി, എന്റെ അമ്മയ്ക്ക് മമ്മൂക്കാന്റെ സിനിമ കാണാനല്ലേ ഇഷ്ടം. നമുക്ക് മമ്മൂക്കാന്റെ സിനിമയ്ക്ക് തന്നെ പോവാം. അങ്ങനാണെങ്കിൽ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. ഞാൻ തന്നെ എന്റെ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം എന്റെ മോനെ മരുമോളെ ഞാനിന്ന് തീറ്റിക്കും. ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചു.
കാരണം ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്റെ അമ്മയാണ്. അതിലൊക്കെ നീ അഡ്ജസ്റ്റ് ചെയ്തില്ലേ? ഇല്ലായിരുന്നെങ്കിൽ നീ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാറുന്നോ? നീ തന്നെ അത് മസിൽ പിടിച്ചിട്ട് മോഹൻലാലിന്റെ പടം കാണാൻ പോയില്ലായിരുന്നോ? എന്ത് സ്നേഹമാടി നിനക്ക് എന്റെ അമ്മയോട്? നിങ്ങളുടെ അമ്മയോട് എനിക്ക് സ്നേഹം, നിങ്ങളുടെ അമ്മയോട് എനിക്കൊരു സ്നേഹവും ഇല്ല. എന്താ? ഞാൻ അവിടെ അടുക്കളയിലെ ഗ്യാസ് ഊറ്റി തുറന്നു വെച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. ദൈവമേ, അപ്പൊ എന്റെ അമ്മ അവിടെ തന്നെ തീപ്പെട്ടി ഉറക്കുമ്പോ ജോൺ ഖോനായി പോലെ നിന്ന് കത്തൂലോ. അമ്മേ അമ്മേ, എന്താടാ കുട്ടു? ജോൺ ഖോനായി അല്ല, എന്റെ അമ്മ തന്നെയാ. കഥക്കപ്പെട്ടല്ലേ അവിടെ ചെയ്ത പണി എന്നാന്നറിയാം. അടുക്കളയിലേക്ക് അമ്മാനെ പറഞ്ഞു വിട്ടിട്ടേ ഗ്യാസ് ഊറ്റി തുറന്നിട്ടേക്കായിരുന്നു. അതാടാ, ഞാൻ അടുക്കളയ്ക്ക് കയറിയപ്പോ ഗ്യാസിന്റെ മണം, അതുകൊണ്ട് ഞാൻ ലൈറ്റും ഇട്ടില്ല, തീപ്പെട്ടി എടുത്തില്ല. എന്നിട്ടെന്താ, ഞാൻ ആ കുറ്റ വലിച്ചെടുത്താണ് കട്ടിലിന്റെ കീഴിൽ കൊണ്ടിട്ടിട്ടുണ്ട്. നിങ്ങളാണ് എന്റെ കട്ടിലിന്റെ കീഴിൽ ഗ്യാസ് വെച്ചോണ്ടെന്ന് വെച്ചാ? നീ എല്ലാവരും ഗ്യാസ് തുറന്നിട്ട് എന്നെ അടുക്കളക്കകത്തിട്ട് കത്തിക്കാൻ ഞാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ആ ഗ്യാസ് ഊറ്റി ഇങ്ങനെ എടുത്തോണ്ട് പോവാ. എന്നിട്ട് എന്റെ നെഞ്ചത്ത് വെച്ചങ്ങ് പൊട്ടിക്കില്ലേ?